Look at the stars, look how they shine for you. Look എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് പരിചയമുള്ള വാക്കാണ്. ഒരു എല്ലും 2 ഓയും ഒരു കെയുമുള്ള നമ്മുടെ പാവം ലുക്ക്. ഈ ലുക്ക് എന്ന വാക്കിന് ശേഷം ചില വാക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രയോഗമായി മാറും. ഇന്ന് നമുക്ക് ലുക്കിനോട് ചേർന്ന് ഉപയോഗിക്കാവുന്ന ചില വാക്കുകൾ എന്തൊക്കെയാണെന്നും അങ്ങനെ വാക്കുകൾ വന്നു കഴിയുമ്പോൾ എന്തർത്ഥമാണ് അത് കൊണ്ടുവരുന്നതെന്നും നോക്കാം. റെഡിയല്ലേ? അപ്പോൾ ആർ യു റെഡി ടു ലുക്ക് ഇൻടു ലുക്ക്? ദാറ്റ്സ് ദ ഫസ്റ്റ് വൺ. ടു ലുക്ക് ഇൻടു സംതിങ്. നമ്മളൊരു കാര്യം കേട്ടു. സൂര്യ സിമ്പിൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് കേട്ടോ. എന്താ ചാനൽ ചെയ്യുന്നത്? അതിലൂടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സും ടെക്നീക്സും ക്ലാസ്സസും ഒക്കെയാണ്. ഓക്കെ, കേട്ടിട്ട് കൊള്ളാം, സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ്. ഐ വിൽ ലുക്ക് ഇൻ ടു ഇറ്റ്. ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ ലുക്ക് ഇൻ ടു ഇറ്റ്. പാരന്റ് ടീച്ചർ അസോസിയേഷന് കുട്ടികളുടെ പാരൻസിനെ വിളിപ്പിക്കില്ലേ? എന്നിട്ട് പറയും, യുവർ ഡോട്ടർ ഓർ യുവർ സൺ ഇസ് നോട്ട് റിയലി സ്റ്റഡിങ്, യു വിൽ ഹാവ് ടു ലുക്ക് ഇൻ ടു ഇറ്റ്. നിങ്ങൾ ആ വിഷയത്തിലേക്ക് ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു യെസ് ഐ വിൽ ലുക്ക് ഇൻ ടു ഹെർ സ്റ്റഡീസ്, ഐ വിൽ ലുക്ക് ഇൻ ടു ദാറ്റ് മാറ്റർ. അപ്പോൾ എന്തിലേക്കെങ്കിലും നമ്മൾ നോക്കുമെന്നുള്ള അർത്ഥമാണ് അതിൽ നിന്ന് വരുന്നത്. സോ നെക്സ്റ്റ് ടൈം എന്തിനെങ്കിലും കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫർദർ ഒരു കാര്യം നമ്മൾ നോക്കുമെന്ന് പറയുകയാണെങ്കിൽ യു ക്യാൻ സേ ഐ വിൽ ലുക്ക് ഇൻ ടു ഇറ്റ്. നമ്മൾ ഒരാളോട് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും വിൽ യു ലുക്ക് ഇൻ ടു ദാറ്റ് ഫോർ മീ പ്ലീസ്. ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയോ എന്നറിയില്ല, ആ ഒരു കാര്യം ചെയ്ത് കിട്ടിയില്ല, ക്യാൻ യു ലുക്ക് ഇൻ ടു ദാറ്റ് ഫോർ മീ? സോ ദാറ്റ് ഈസ് ലുക്ക് നമ്പർ 1. വേറൊരു ലുക്കുണ്ട്, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ഇറ്റ്സ് ലുക്കിന് ശേഷം വരുന്ന വാക്കാണ് അവിടെ ആഫ്റ്റർ. വിൽ യു ലുക്ക് ആഫ്റ്റർ ദിസ് ഫോർ മീ? എന്തെങ്കിലും ഒന്ന് നോക്കുമോ അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുമോ എന്നുള്ള അർത്ഥമാണ് ഈ ലുക്ക് ആഫ്റ്ററിന്. വി ഓൾ ലുക്ക് ആഫ്റ്റർ അവർ പേരൻസ് അല്ലേ? പ്രായമായ അച്ഛനമ്മമാരെ നമ്മൾ ലുക്ക് ആഫ്റ്റർ ചെയ്യും. കുഞ്ഞുങ്ങളാണെങ്കിലോ വി ലുക്ക് ആഫ്റ്റർ അവർ ചിൽഡ്രൻ. അല്ല, ഞാനിപ്പോൾ ഒരു സാധനം നിങ്ങളെ കയ്യിൽ ഏൽപ്പിക്കും, ഒരു ബാഗ് ഏൽപ്പിച്ചു പറയും ക്യാൻ യു ലുക്ക് ആഫ്റ്റർ ദിസ് ഫോർ മീ? ഒരു ചെറിയ ഇടവേളയ്ക്കാണെങ്കിലും യു ക്യാൻ ലുക്ക് ആഫ്റ്റർ ദാറ്റ്. അപ്പോൾ ലുക്കിന് ശേഷം ആഫ്റ്റർ വരുമ്പോൾ അതിൽ വരുന്ന അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ലേ? ദാറ്റ് ഇസ് ലുക്ക് നമ്പർ 2. ലുക്ക് അപ്പ് ടു സംതിങ്. ലുക്ക് അപ്പ് ടു എന്ന് പറഞ്ഞാൽ അപ്പ് എന്ന് പറഞ്ഞാൽ മുകളിലേക്കാണ്. അപ്പോൾ ലുക്ക് അപ്പ് ടുവിൻ്റെ ലിറ്ററൽ മീനിങ് മുകളിലേക്ക് നോക്കുക എന്നുള്ളതല്ലേ. ടു ലുക്ക് അപ്പ് ടു സംതിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷയോടുകൂടി നോക്കുക. അത് പലപ്പോഴും ഒരു വ്യക്തിയായിരിക്കും. ഐ ലുക്ക് അപ്പ് ടു ദാറ്റ് പേഴ്സൺ സോ മച്ച്. നമുക്കൊക്കെ റോൾ മോഡൽസ് ഇല്ലേ? അപ്പോൾ വി വിൽ ലുക്ക് അപ്പ് ടു എ പേഴ്സൺ. ഐ എം ലുക്കിംഗ് അപ്പ് ടു ദാറ്റ് പേഴ്സൺ. ടു ലുക്ക് ത്രൂ. ഒരു പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടി, അതിലൊരു വാക്കുണ്ട്. അപ്പോൾ നമ്മൾ വി ലുക്ക് ത്രൂ ദ ബുക്ക്, ആ വാക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ക്യാൻ യു പ്ലീസ് ലുക്ക് ത്രൂ സംതിങ്? എന്തിൻ്റെ എങ്കിലും ഉള്ളിലൂടെ നമ്മളിങ്ങനെ നോക്കിയിട്ട് ഒരു കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഐ എം ലുക്കിംഗ് ത്രൂ ഇറ്റ്. നമ്മളൊരു അലമാരി തുറന്നിട്ട് ഐ എം ലുക്കിംഗ് ത്രൂ ഇറ്റ് ടു ഫൈൻഡ് ദാറ്റ് പേപ്പർ. ടു ലുക്ക് ത്രൂ സംതിങ്. ലുക്ക് ഫോർവേഡ് ടു. ഫോർവേഡ് എന്ന് പറയുമ്പോൾ മുന്നോട്ട് എന്ന അർത്ഥമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറയാം വി ലുക്ക് ഫോർവേഡ് ടു സൂര്യ സിമ്പിൾ ഇംഗ്ലീഷ് വീഡിയോസ്. എല്ലാ ദിവസവും നമ്മളിത് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കും. അല്ലെ പറയും എൻ്റെ കസിൻ്റെ കല്യാണം വരുന്നുണ്ട് അടുത്ത ആഴ്ച, ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. അതിനുവേണ്ടി നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ അവധിക്ക് പോവായിരിക്കും, ആർ യു ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്? നിങ്ങൾ അതിലേക്ക് പോകാൻ വേണ്ടി വളരെ ആകാംക്ഷയോടുകൂടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണോ? അതാണ് ടു ലുക്ക് ഫോർവേഡ് ടു. ഐ എം ലുക്കിംഗ് ഫോർ സംതിങ്. ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, അത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഐ ഹാവ് ടു ലുക്ക് ഫോർ ഇറ്റ്. അല്ലെങ്കിൽ പറയും വാട്ട് ആർ യു ഡൂയിങ്? ഐ എം ലുക്കിംഗ് ഫോർ സംതിങ്. ഞാൻ എൻ്റെ ഒരു പേന ഇവിടെ കളഞ്ഞു വെച്ചു, ക്യാൻ യു പ്ലീസ് ലുക്ക് ഫോർ ഇറ്റ് ഫോർ മീ? എനിക്ക് വേണ്ടി അതൊന്ന് നോക്കാമോ? ഐ എം ലുക്കിംഗ് ഫോർ സംതിങ്. എന്തെങ്കിലും ഒരു സാധനത്തിന് വേണ്ടി നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പറയും ഐ എം ലുക്കിംഗ് ഫോർ ഇറ്റ്. അല്ലെങ്കിൽ എൻ്റെ കുട കാണാനില്ല, ക്യാൻ യു പ്ലീസ് ലുക്ക് ഫോർ ഇറ്റ്? ആൻഡ് ഓക്കെ, ഐ വിൽ ലുക്ക് ഫോർ ഇറ്റ്, ഡോണ്ട് വറി. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ലുക്ക് അറ്റ് ദ മൂൺ. ലുക്ക് അറ്റ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മൾ നോക്കുക. അത് നമ്മൾ കുറച്ചുകൂടി കാഷ്വലി നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? ലുക്ക് അറ്റ് ദാറ്റ്, ലുക്ക് അറ്റ് ദിസ്, ലുക്ക് അറ്റ് ഹെർ, ലുക്ക് അറ്റ് ഹിം.
എന്തിലേക്കെങ്കിലും നമ്മൾ കൈ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആണെങ്കിലാണ് നമ്മൾ ഈ ലുക്ക് അറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ? റെഡിയല്ലേ? Look at the moon. It's so pretty tonight. There was an accident and the police were looking into it. She always looked up to her father. Oh, I found a new word. Will you please look it up in the dictionary for me? Oh, I've been looking through this cookery book to find a nice recipe. When you write sentences, you must look out for spelling mistakes, okay? Oh my gosh, I'm so glad you visited me. I'm looking forward to the next visit already. Hey, I'm looking for Deepa. Did you find her? Listen, I'm going to go for a holiday. Will you look after my channel for me? See, ലുക്കിന് ശേഷം ചില വാക്കുകൾ കൊണ്ടുവന്നാൽ എന്തോരമാണ് അർത്ഥം മാറുന്നത് എന്ന് മനസ്സിലായില്ലേ? ഒരു ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ, അല്ലെങ്കിൽ കൂട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് മാറുമ്പോൾ ആ കാര്യം നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥവും മാറും. ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഒരു ഭാഷ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? മനസ്സിലാക്കി, കൂടുതൽ മനസ്സിലാക്കി പഠിക്കാം. രസകരമായി ഇംഗ്ലീഷ് എന്ന ഭാഷ സംസാരിക്കാൻ. അപ്പോൾ സ്ഥിരമായി കാണുകയല്ലേ സൂര്യ സിമ്പിൾ ഇംഗ്ലീഷ്. കൂട്ടത്തിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബെല്ല് പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് എത്തില്ല കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബർ ലിസ്റ്റിൽ ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ ബെല്ല് ക്ലിക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ കിട്ടില്ല. അപ്പോൾ വീഡിയോ കാണാൻ മിസ് ഔട്ട് ആയിപ്പോവും. സോ subscribe, click the notification bell and share the video to people who will benefit from it. And follow me on Insta, Simple English with Surya. Bye. Look out for the next video.